ഇവിടെ ഞാൻ CS സനീഷ് സംസാരിക്കാൻ പോകുന്നത് ഇന്നൊരു വ്യക്തിയെക്കുറിച്ചാണ്. ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും ആവേശമായ സഖാവ് പി ജയരാജനെക്കുറിച്ച്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഖാവാണ്. ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് പേര് അന്വർത്ഥമാക്കുന്ന കാലത്തിൻ്റെ ജീവനുള്ള സാക്ഷ്യം, അതാണ് സഖാവ് പി ജയരാജൻ. 1999 ഓഗസ്റ്റ് മാസം 25-ാം തീയതി ഒരു തിരുവോണ ദിവസം കണ്ണൂരിലെ കിഴക്കൻ കതിരൂരിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് RSSൻ്റെ ക്രൂരമായ ആക്രമണം നേരിടേണ്ടി വന്ന ധീരനായ കമ്മ്യൂണിസ്റ്റ് മരിച്ചെന്ന് കരുതി ഉപേക്ഷിച്ച് പോയവരുടെ മുന്നിലേക്ക് മനോധൈര്യം ഒട്ടും ചോരാതെ ആക്രമണത്തിൽ ശേഷമുള്ള ശാരീരിക അവശതകളെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇന്നും പോരാട്ടത്തിൻ്റെ ഉത്തമ വീര്യമായി നിൽക്കുന്ന ഞങ്ങളെല്ലാം പ്രിയപ്പെട്ട സഖാവാണ് സഖാവ് പി ജയരാജൻ. ആ അതിജീവനത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ചരിത്രം ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും ആവേശമാണ്. പ്രിയ സഖാവേ, അങ്ങേയും കൂടെ ഭാഗമായ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഒരു എളിയ പ്രവർത്തകനായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞെന്നുള്ളത് ഒരു മഹാഭാഗ്യമായി ഞാൻ കാണുന്നു. വിമർശകർ എന്തും പറഞ്ഞു കൊള്ളട്ടെ, അനുഭവിച്ചവർ ജീവിതം പറയും, അനുഭവിക്കാത്തവർ സിദ്ധാന്തം പറയും. പോരാട്ടത്തിൻ്റെ പുതിയ ദിശാബോധം നൽകിക്കൊണ്ടിരിക്കുന്ന സഖാവ് പി ജയരാജൻ്റെ ഓരോരോ നേട്ടങ്ങളും ഈ പ്രസ്ഥാനത്തിനും ഞങ്ങൾക്കുമെല്ലാം ആവേശമാണ്. അദ്ദേഹം എഴുതിയ ഈ പുസ്തകം വളരെ ഒഴുക്കോടെ ഞാൻ വായിച്ച ഒരു പുസ്തകമാണ്. സനാതികളുടെ ഹിന്ദുത്വ ധർമ്മം എന്ന് പറയുന്ന പുസ്തകം എഴുതാൻ ഇന്ന് യോഗ്യതയുള്ള ജീവിച്ചിരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ അത് പി ജയരാജനാണ്. പ്രിയ സഖാവേ, 1000 വിപ്ലവ അഭിവാദ്യങ്ങൾ.